Hello friends, welcome to the class. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 12 ആയ ഇൻസുലേഷൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 12 ഇൻസുലേഷൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ഈ ന്യൂസ്പേപ്പർ കൊളാഷ് നോക്ക്. മൂന്നാർ, the lowest temperature is the last 50 years recorded. ആലപ്പുഴ, heavy rains, low-lying areas flooded. പൊന്മുടി, dense fog in the valley. നെടുമ്പാശ്ശേരി, airport closed for 2 days due to heavy rains. തിരുവനന്തപുരം, chance of strong winds along the west coast. Fishermen warned. പാലക്കാട്, scorching summer heat for sunburned. അപ്പൊ നിങ്ങളിപ്പോ കണ്ട ഈ ന്യൂസ് പേപ്പർ കൊളാഷ് എല്ലാം വന്നിരിക്കുന്നത് ഇൻസുലേഷൻ കാരണമാണ്. അപ്പോൾ എന്താണ് ഇൻസുലേഷൻ? ഇൻസുലേഷൻ എന്ന് വെച്ചാൽ എനർജി ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് റേസ്. ദിസ് ഇസ് കോൾഡ് ഇൻസുലേഷൻ. സൂര്യനിൽ നിന്നുള്ള എനർജി അത് നമ്മളെ എർത്തിലേക്ക് തട്ടുമ്പോഴാണ് ഇൻസുലേഷൻ ഉണ്ടാവുന്നത്. Take a look at the newspaper collage. You might be familiar with similar situations. Have you ever thought of the reasons for such situations? It is due to some changes occurring in the atmospheric conditions. Let us examine the factors influencing the changes in the atmospheric condition and how do they so. Sun, the energy provider. As we know, the sun is the sole source of energy for the earth. നമുക്കറിയാം സൂര്യൻ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും വലിയൊരു എനർജി തരുന്ന ഒരു വസ്തുവാണ്. എനർജി ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് റേസ്. സൂര്യനിൽ നിന്നുള്ള എനർജി സൂര്യരശ്മികളായി നമ്മുടെ ഭൂമിയിൽ പതിയുന്നു. അതിനെ ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നു. ദിസ് ഇസ് കോൾഡ് ഇൻസുലേഷൻ. The surface of the earth gets heated due to insulation during the daytime. Heat is transmitted to the atmosphere from the heated surface of the earth through different processes. The surface of the earth gets cooled by these processes. The clouds and gases like carbon dioxide in the lower atmosphere absorb the heat radiating. അപ്പോൾ ദാണ്ട് ഇവിടെ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ. അപ്പോൾ എന്താ മാക്സിമമും മിനിമം ടെമ്പറേച്ചർ? അപ്പൊ എന്താ മാക്സിമം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ മെറ്റീരിയോളജിസ്റ്റ് കൺസിഡർ ദ അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് എക്സ്പീരിയൻസ്ഡ് ജസ്റ്റ് ബിഫോർ ദ സൺറൈസ് ആസ് ദ മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ. അപ്പൊ എന്താ മെറ്റീരിയോളജിസ്റ്റ് കണക്കാക്കുന്നത് രാവിലെ പതിയുന്ന വെയിലാണ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ എന്ന് വെച്ചാല് ഏറ്റവും കുറഞ്ഞ വെയില് കിട്ടുന്നതാണ് രാവിലത്തെ വെയില്. Heat experienced at 2 PM is considered as the maximum temperature. ഉച്ച സമയം അതായത് 2 മണിക്ക് ഉള്ള വെയിലിനെയാണ് ആ ദിവസത്തെ ഏറ്റവും കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ. Thus the heat required for the survival of life is maintained in the lower atmosphere. Solar energy is not uniformly distributed on the surface of the earth. As the equatorial region receives vertical rays of the sun, the temperature is very high here. The temperature gradually decreases towards the poles due to the inclination of the sun's rays. The heat received on the surface of the earth is accordant with the latitude of the place. അപ്പോൾ ഈ ഫിഗർ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ, ആർട്ടിക് സർക്കിൾ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ. 2 പോയിന്റിനെയും ഡിവൈഡ് ചെയ്ത് വരുന്നതാണ് ഇക്വേറ്റർ, അറിയാമല്ലോ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ. സൂര്യന്റെ രശ്മികൾ പതിയുമ്പോഴുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. The factors such as altitude, nearness to sea, etc. also cause local variations in the atmospheric conditions. Let us examine. The atmospheric temperature decreases gradually with the increase in altitude. Now you might have understood why high altitude regions like Munnar and Wayanad experience cool climate. Solar energy. Earth receives continuous flow of solar energy. ഇപ്പൊ പല കെട്ടിടങ്ങളിലും പല ഹോസ്പിറ്റൽസിലും വലിയ ആശുപത്രികളിലൊക്കെ ഇപ്പൊ സോളാർ എനർജിയാണ് വെച്ചിരിക്കുന്നത്. എയർപോർട്ട്സിലും കൊമേഴ്ഷ്യൽ ഓഫീസസിലൊക്കെ അങ്ങനെയുള്ള സോളാർ എനർജീസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സോളാർ എനർജി സൂര്യനിൽ നിന്നുള്ള ചൂട് പിടിച്ചെടുത്ത് ചാർജ് നിലനിർത്തി
വൈദ്യുതിയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് സോളാർ എനർജി ഒരു എനർജി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. സോളാർ എനർജി. Earth receives continuous flow of solar energy. The utility potential of this non-conventional source of energy is great in a tropical country like India. ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് ഈ സോളാർ എനർജിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. As the technology for converting solar energy to electrical energy using solar panels becomes widespread, it will be a relief for our energy crisis. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഈ സോളാർ എനർജി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ടെക്നോളജി ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. How is temperature measured? Atmospheric temperature is measured using the instrument called thermometer. എങ്ങനെയാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്? Atmospheric temperature is measured using the instrument called thermometer. It records temperature in degree Celsius or degree Fahrenheit. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റിലാണ് മെഷർ ചെയ്യുന്നത്. You can measure the atmospheric temperature using a thermometer. Record the atmospheric temperature at a fixed time every day and display the readings in your classroom. Let us examine how the variation in the temperature of a region causes other atmospheric phenomena. Temperature and movement of air. Like every matter, air also has weight. മാറ്റർ എന്ന് വെച്ചാൽ എല്ലാ സാധനത്തിലും ഒരു മാറ്റർ ഉണ്ട്. എല്ലാ മാറ്ററിനെയും പോലെ എയറിനും ഒരു വെയിറ്റ് ഉണ്ട്. എല്ലാ സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള വെയിറ്റും പ്രഷറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് മാറ്റർ എയറിനും അതിൻ്റെതായിട്ടുള്ള വെയിറ്റും പ്രഷറൊക്കെ ഉണ്ടാവും. The weight exerted by the air in the atmosphere is the atmospheric pressure. Barometer is the instrument used for measuring atmospheric pressure. അപ്പൊ എന്താ? കാലാവസ്ഥയിലെ അറ്റ്മോസ്ഫിയറിലുള്ള മർദ്ദം അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് ബാരോമീറ്റർ. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ യൂണിറ്റ് ഹെക്ടോപാസ്കൽ ഓർ മില്ലിബാർ. അത് റെക്കോർഡ് ചെയ്യുന്നത് ഹെക്ടോപാസ്കൽ ഓർ മില്ലിബാർ എന്ന യൂണിറ്റിലാണ്. We feel the presence of air only when it moves. Let us see how the movement of air takes place. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള വായുവിന്റെ ചലനം അറിയുന്നത് അത് നീങ്ങുമ്പോൾ മാത്രമാണ്. Let us see how the movement of air takes place. നമുക്ക് നോക്കാം എങ്ങനെയാണ് വായുവിന്റെ ചലനം നോക്കാം എങ്ങനെയാണ്. As a result of insulation, the atmospheric air expands, becomes less dense and rises up. This air movement is called air current. Consequently, the pressure decreases. Air moves from high pressure regions to low pressure regions. Such air movement is called wind. As a result of insulation. Insulation എന്താണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തായിരുന്നു. ഇൻസുലേഷൻ എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്ന് കിട്ടുന്ന രശ്മികൾ നമ്മുടെ ഭൂമിയിൽ തട്ടുന്നതിനെയാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് പല രീതിയിലായിട്ട് ലഭിക്കുന്നുണ്ട്. The atmospheric air expands. അപ്പൊ എന്താ? നമ്മളെ ചുറ്റുമുള്ള വായു വികസിക്കുന്നു. Becomes less dense and rises up. അപ്പൊ അതിന്റെ വെയിറ്റ് കുറഞ്ഞ് മുകളിലേക്ക് ചലിക്കുന്നു. Rises up. This air movement is called air current. ഇതിനെ എയർ കറന്റ് എന്നാണ് വിളിക്കുന്നത്. Consequently, the pressure decreases. അപ്പോൾ എന്താണ്? മർദ്ദം pressure decreases. Air moves from high pressure regions to low pressure regions. Such air movement is called wind. അപ്പോൾ എന്താണ്? വായു high pressure regions to low pressure regions. വലിയ മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് ചെറിയ മർദ്ദമുള്ള സ്ഥലത്തേക്ക് ചലിക്കുന്നു. ഇതിനെ wind എന്നാണ് വിളിക്കുന്നത്. Such air movement is called wind. കാറ്റ്. We experience refreshing light breezes to destructive storms on the surface of the earth. നമുക്കറിയാം ഒരുപാട് കാറ്റും വായുവൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ഈ സൈക്ലോൺസും അതുപോലെ തന്നെ ഒരുപാട് ഓക്കി കാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. എല്ലാ വർഷങ്ങളിലും ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നടക്കാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. Windmills. Electricity can be generated by installing windmills in regions having strong and continuous winds. അപ്പോൾ windmills എന്ന് വെച്ചാൽ അതും ഒരു ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ
നോൺ കൺവെൻഷണൽ യൂസ് ചെയ്യുന്നൊരു സംഭവമാണതും. മേക്കിംഗ് യൂസ് ഓഫ് ദിസ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി വി ക്യാൻ ഓവർകം ഇൻക്രീസിംഗ് എനർജി ക്രൈസിസ്. അപ്പൊ എന്താ, നമുക്ക് ഊർജത്തിന്റെ ഉപയോഗം കുറയ്ക്കാം. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കേണ്ടി വരുന്നില്ല ഇവിടെ. വിൻഡ് എനർജി ഈസ് ബീങ് ജനറേറ്റഡ് ഇൻ പ്ലേസസ് ലൈക്ക് രാമക്കൽ മേഡ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ആൻഡ് കഞ്ചിക്കോട് ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട് യൂസിംഗ് ദിസ് ടെക്നോളജി. അപ്പോ ഈ വിൻഡ് മിൽ ഇപ്പോൾ ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള കേരളത്തിലെ രാമക്കൽ മേഡ് ഇൻ ഇടുക്കി, ഇടുക്കിയിലെ രാമക്കൽ മേഡ്, പിന്നെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടിലുമാണ് ഈ ടെക്നോളജി കൂടുതലായി അറിഞ്ഞു വരുന്ന ഈ കേരളത്തിൽ നിന്നാണ്. ഇപ്പോൾ ഇന്ത്യയിലാണ് ഈ വിൻഡ് മില്ലിന്റെ യൂസ് ഒരുപാടായിട്ടുള്ളത്. അനിമോമീറ്റർ ഇസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ഫോർ മെഷറിംഗ് ദ വിൻഡ് സ്പീഡ്. അനിമോമീറ്റർ എന്ന് വെച്ചാൽ കാറ്റിന്റെ ചലനം അളക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാണ് അനിമോമീറ്റർ. വിൻഡ് വെയിൻ ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. കാറ്റിന്റെ ദിശ അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രമാണ് വിൻഡ് വെയിൻ. Temperature and water in the atmosphere. You might have seen water rising up as water vapor on heating. Likewise, the water on the surface of the earth becomes water vapor and reaches the atmosphere. The moisture content in the atmosphere is called humidity. അപ്പൊ എന്താ, ഈ വായുവിലുള്ള ഈ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കണ്ടന്റ്, ഇവാപറേഷൻ ഒക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന മോയ്സ്ചർ കണ്ടന്റിനെ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു. നീരാവിയായി മാറി ജലബാഷ്പമായി മാറി ഇരിക്കുന്നതിനാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. The humidity of a place is influenced by factors such as temperature and the quantity of water present on the surface of the earth. ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചർ കൊണ്ടാണ്. വായു അല്ല, ടെമ്പറേച്ചർ കൊണ്ടും ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, ഭൂമിയിലെ വെള്ളത്തിന്റെ അളവും കൂടെ കൊണ്ടാണ് ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്നത്. ഹൈഗ്രോമീറ്റർ ഇസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി അളക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. Let us see what happens to the water vapor when it reaches the atmosphere. Fill ice cubes in a cup. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്, നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കണം. Fill ice cubes in a cup. ഒരു കപ്പില് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് നോക്കണം. Do you notice the fine water droplets that have formed on the cup? നിങ്ങൾ കണ്ടായിരുന്നോ അതിനകത്ത് ചെറിയ small droplets? As the cup gets cooler, the size of the water droplets increases and they start moving down. From where have these water droplets appeared? അപ്പോ ആ കപ്പ്, നമ്മൾ ഒഴിച്ചു വെച്ച ഗ്ലാസ് തണുക്കും തോറും അതിനകത്തുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ അളവ് കൂടുകയും അത് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനകത്ത് ഹ്യൂമിഡിറ്റി കാരണമാണ് അതിനകത്ത് ചെറിയ കുമിളകൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. When the water vapor present in the air comes in contact with the cold surface of the cup, it clings on as water droplets. അപ്പൊ എന്താ, when the water vapor present in the air comes in contact with the cold surface of the cup, it clings on as water droplets. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. When the water vapor present in air comes in contact with the cold surface of the cup, ആ കപ്പിലുള്ള തണുത്ത പ്രതലത്തിൽ തട്ടുമ്പോഴാണ് when the water vapor present in the air. നമ്മൾ ഈ വായുവിലും ഉണ്ടല്ലോ തണുത്ത നീരാവി പോലെ ജലബാഷ്പം ചെയ്തിറങ്ങുന്നത്. അപ്പോ ആ വായുവിലുമുള്ള വാട്ടർ വേപ്പർ, എയറിലുള്ള വാട്ടർ വേപ്പർ ആ ഗ്ലാസ്സിലുള്ള തണുപ്പുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. The process by which water vapor cools down to liquid state is called condensation. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞല്ലോ, എയറിലുള്ള വാട്ടർ വേപ്പർ ആ ഗ്ലാസ്സിലുമായിട്ട് ചേരുമ്പോഴാണ് അത് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. The process by which water vapor cools down to liquid state is called condensation. The water vapor from the earth on reaching the atmosphere condenses to form fine droplets of water. As the atmospheric temperature falls, the rate of condensation increases.
The water vapor condenses around the fine dust particles in the atmosphere are called aerosols. അപ്പോൾ ഈ കണ്ടൻസേഷൻ നടക്കുന്നത് പോലെ തന്നെ നമ്മളിപ്പോ ആ ഗ്ലാസ്സിൽ നടന്ന സംഭവം, ഹ്യൂമിഡിറ്റി നടന്ന സംഭവം തന്നെ ഈ ലോകത്ത് നടക്കുന്നതിനെയാണ് എയറോസോൾസ് എന്ന് പറയുന്നത്. ദ വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൌണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഫൈൻ ആയിട്ടുള്ള പ്രതലത്തിലൊക്കെ ഈ ഇങ്ങനെ നടക്കുന്നതിനെ അതിനെ പറയുന്നതാണ് എയറോസോൾസ് എന്ന് അറ്റ്മോസ്ഫിയറിൽ. The concentration of these water droplets leads to the formation of clouds. അങ്ങനെ ഒരുപാട് കണ്ടൻസേഷൻ നടന്ന് ഒരുപാട് ഡ്രോപ്ലെറ്റ്സ് കൂടിച്ചേരുന്നതാണ് ക്ലൗഡ്സ്. Clouds are not the only form of condensation. Fog, dew, etc. are its other forms. Clouds മാത്രമല്ല കണ്ടൻസേഷന്റെ ഫോംസ്. ഫോഗും ഡ്യൂവും ഒക്കെ അതിന്റെ ഫോംസ് ആണ്. ഫോഗ് എന്ന് വെച്ചാൽ ഒരുമാതിരി ഇങ്ങനെ നമുക്ക് കാണും ഫോറസ്റ്റിലൊക്കെ ഫോഗ് ആയിട്ടുള്ളത്, ഒരുമാതിരി പുക പോലെയാണത്. ഡ്യൂ എന്ന് വെച്ചാല് നല്ല ഗ്രാസിലൊക്കെ ഗ്രാസ് അങ്ങനെ ഗ്രീൻ ഗ്രാസസിലൊക്കെ നല്ല ഫൈൻ മോർണിംഗ്സിലൊക്കെ അതിനകത്ത് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ കാണും. അതിനെയാണ് ഡ്യൂ എന്ന് വിളിക്കുന്നത്. Have you noticed fine water droplets remaining suspended like smoke over the valleys and water bodies? This form of condensation is called fog. In cool mornings, condensed water droplets can be found on grass blades and cold surfaces. This is called dew. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നല്ല തണുത്ത പ്രഭാതത്തിലൊക്കെ നല്ല സുഖപ്രഭാതങ്ങളിലൊക്കെ രാവിലെ നമ്മൾ എണീറ്റ് നോക്കണം. നമ്മുടെ പുല്ലിലൊക്കെ, വയലിലുള്ള പറമ്പിലത്തെ പുല്ലിലൊക്കെ ഒന്ന് നോക്കുമ്പോൾ അറിയാം നല്ല കണ്ടൻസ്ഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാല് നീരാവിയായി ഇറങ്ങി അത് തണുത്ത് കണ്ടൻസ്ഡ് ആയിട്ട് ഇറങ്ങുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആ ഗ്രാസ് ബ്ലേഡ്സിലും കോൾഡ് സർഫസിലൊക്കെ തുള്ളിയായിട്ട് ഉണ്ടാവും. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഗ്ലാസ്സിലൊക്കെ ചിലപ്പോഴൊക്കെ വെള്ളമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതിനകത്ത് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ രാവിലെ എണീക്കുമ്പോൾ കാണാറുണ്ട്. നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ ഇനി നോക്കണം. അപ്പൊ അതിനെ ഡ്യൂ എന്ന് വിളിക്കും. ഓക്കെ, you have observed the increase in size and the downward movement of water droplets on the surface of the ice-filled cup. As the condensation proceeds, the size and weight of the water droplets increase and they move down under the influence of gravity. Similarly, the increase in size of water droplets in the clouds makes them fall down to the earth. This process is called precipitation. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടൻസേഷൻ കൊണ്ട് സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻക്രീസ്. അപ്പോൾ ഈ കണ്ടൻസേഷൻ കൊണ്ട് ഈ സൈസും വെയിറ്റും വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ സൈസും വെയിറ്റും കൂടുകയും അത് ഗ്രാവിറ്റി കാരണം, നിങ്ങൾക്കറിയായിരിക്കും ഐസക് ന്യൂട്ടന്റെ തലയിൽ ഒരു ആപ്പിൾ വീണപ്പോൾ ഐസക് ന്യൂട്ടൺ ഇതെങ്ങനെ വീണത്, അദ്ദേഹമാണ് ഗ്രാവിറ്റി ആണെന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ അതാണ് ഇവിടെയും പറയുന്നത്. അപ്പോ അങ്ങനെ താഴേക്ക് വീഴും, ആ വെള്ളമൊക്കെ താഴേക്ക് വീഴും. സിമിലർലി ദ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൗഡ്സ് മേക്സ് ദം ഫോൾ ഡൗൺ ടു ദ എർത്ത്. അതുപോലെ തന്നെ നീരാവി കാരണം ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കൂടെ കൂടി നമ്മുടെ ക്ലൗഡ്സിൽ നിറയുമ്പോഴാണ്, അത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കൂടെ നിറഞ്ഞ് കണ്ടൻസേഷൻ കൊണ്ട് നിറഞ്ഞ് ക്ലൗഡ്സ് ആയി അത് നിറയുമ്പോഴാണ് അത് താഴേക്ക് ഭൂമിയിലേക്ക് വീഴുന്നത്. അതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കണ്ടൻസേഷനും പ്രസിപ്പിറ്റേഷനും ഒരു കൺഫ്യൂസ് ആവരുത്. കണ്ടൻസേഷൻ എന്ന് വെച്ചാല് ഭൂമിയിലുള്ള വായുവിൽ നിന്നുള്ള വാട്ടർ വേപ്പറും ഈ എല്ലാം കൂടെ ചേർന്ന് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയി മാറി അത് ക്ലൗഡ്സിൽ ഒരുമിച്ചിരിക്കുന്നതിനെയാണ് കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. ഒരുപാട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചേരുന്നതാണ് ഒരു ക്ലൗഡ്. അത് നിറയുമ്പോഴാണ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നത്. ആ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുമ്പോഴാണ് ഭൂമിയിൽ നമുക്ക് മഴ ലഭിക്കുന്നത്. മനസ്സിലായല്ലോ? The differences in the atmospheric temperature lead to different forms of precipitation. അപ്പോൾ പ്രസിപ്പിറ്റേഷന്റെ ഫോംസ് എന്തൊക്കെയാണെന്ന് വെച്ചാല്, പ്രസിപ്പിറ്റേഷന് 3 ഫോംസ് ഉണ്ട്. ആ ഫോംസ് എന്താന്ന് വെച്ചാൽ റെയിൻഫോൾ, സ്നോഫോൾ, ഹെയിൽസ്റ്റോൺ. റെയിൻഫോളിന്റെ ഒരു ഫോം, പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അപ്പോൾ ക്ലൗഡ്സിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ വെള്ള രൂപത്തിൽ നമുക്ക് കിട്ടുന്ന, വെള്ളത്തിന്റെ രീതിയിൽ നമുക്ക് കിട്ടുന്നതിനാണ് റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് മഴ കിട്ടുന്നത് അങ്ങനെയാണ്. പിന്നെ അല്ലാതെ തന്നെ സ്നോഫോൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ തണുത്ത പോളാർ റീജിയൻസിലൊക്കെ ഈ സ്നോഫോൾ നടക്കുമ്പോൾ അവിടെ അങ്ങനെയാണ് നടക്കുന്നത്.
അവിടെ മഴയായിട്ടല്ല സ്നോഫോൾ ആയിട്ടാണ് നടക്കുന്നത്. പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ്. ചെറിയ ഐസിന്റെ രീതിയിലാണ് അവിടെ മഴ പെയ്യുന്നത്. ഹെയിൽ സ്റ്റോൺ. പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ഐസ് പെല്ലറ്റ്സ്. ഐസായിട്ടാണ് ഹെയിൽ സ്റ്റോൺ എന്ന് വെച്ചാൽ മഴ ഐസിന്റെ രൂപത്തിൽ താഴേക്ക് വീഴുന്നതിനെയാണ് ഹെയിൽ സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. റെയിൻ ഗേജ് ഇസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ റെയിൻഫോൾ. അപ്പോൾ മഴവെള്ളത്തിനെ അളക്കുന്ന ഉപകരണമാണ് റെയിൻ ഗേജ്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ്സ് ഓഫ് സെന്റിമീറ്റർ ഓർ ഇഞ്ച്. അത് സെന്റിമീറ്ററും അല്ലെങ്കിൽ ഇഞ്ചിലാണ് അതിന്റെ മെഷർ ചെയ്യുന്നത് യൂണിറ്റ്സ്. You have understood that the atmospheric phenomena such as differences in atmospheric pressure, winds, humidity, condensation and precipitation are caused by variations in the amounts of insolation. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം റെയിൻ ഗേജിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റെയിൻ ഗേജ്.